അപ്പോൾ ഗൈസ് നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ഈ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. പിന്നെ ബ്രെഡ് എടുക്കാതെ പീസാക്കി മുറിച്ചെടുക്കാം കേട്ടോ. ഇനി സവാള തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ഈ സവാള തക്കാളിയൊക്കെ നല്ലപോലെ വാട്ടിയെടുക്കാം. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ സോയാ സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ടൊമാറ്റോ സോസ് ഇല്ലാത്ത കാരണം വേണ്ടി സോയാ സോസ് മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളേ. ഇനി എന്ത് ചെയ്യുക, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനടുത്ത് കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ വാട്ടി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അളവൊന്നും പറയുന്നത് എനിക്ക് ഇതിൻ്റെ അളവൊന്നും അറിയത്തില്ല കേട്ടോ. ഇനി എന്ത് ചെയ്യും, നല്ല അടിപൊളിയായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ബ്രെഡ് എടുത്തതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളങ്ങ് മിക്സ് ചെയ്ത് ബ്രെഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉടഞ്ഞൊക്കെ പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ പോരെ. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഈ ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സവാളയും കൂടെ മണ്ടിക്കിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവേ. അപ്പോൾ ഗൈസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് പറ്റുമെങ്കിൽ. അപ്പോൾ സിമ്പിളാണ്. ബ്രെഡൊക്കെ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ബൈ.